ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജു പുന്തല. ഇന്ന് നമ്മൾ എറിഞ്ഞുകൊണ്ടിട്ട് വാഹമിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് നമ്മൾ ലൂറും ഒക്കെ എറിഞ്ഞ് നോക്കി. അവിടെ എറിഞ്ഞ് നോക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ലൂറയിലൊന്നും ഈ വാഹം പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എറിഞ്ഞുകൊണ്ടിൽ തൂളി മീനെ സെറ്റ് ചെയ്ത് ഇട്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. മീൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. തീർച്ചയായും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ എറിയാൻ പോകുന്ന ഏറിയുണ്ട. ഇതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അതിന്ന് പറഞ്ഞു തരാം. നല്ല വലുപ്പമുള്ള ഹുക്ക് വേണം. വാഹമിനെ നമ്മൾ പിടിക്കാനായിട്ട് നല്ല വലുപ്പമുള്ള ഹുക്ക് വേണം. അതുപോലെ തന്നെ ലീഡർ ലൈന് നമ്മൾ മെറ്റലിൻ്റെ ലീഡർ ലൈൻ തന്നെ ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹമിന് ഏറ്റവും കൂടുതൽ കടിച്ച് മുറിച്ചിട്ട് രക്ഷപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് മെറ്റലിൻ്റെ ലീഡർ ലൈൻ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റിന് വേണ്ടി ഒരു ഈയക്കട്ട ഇതുപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ നമ്മൾ നൂല് ഘടിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ഏറ്റവും നല്ലത് തൂളിമീനെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവനോട് കുറേ നേരം ഇങ്ങനെ ഓടി നടക്കും. ഈ ഓടി നടക്കുന്ന കൂട്ടത്തിലാണ് ഇത് വന്ന് വെട്ടി വിഴുങ്ങുന്നത്. അതിൻ്റെ വാൽഭാഗത്തിൻ്റെ മുകളിലായിട്ട് മുള്ളോട് ചേർത്ത് നമ്മൾ ഹുക്ക് ഇട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ഓക്കെ, നമുക്കിനിയും നേരെ മീൻപിടുത്തത്തിലേക്ക് കിടക്കാം. ഓക്കെ, താഴെ ഇറങ്ങണോ? കൊടയുന്നുണ്ടോ? വാഹ വരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചൂണ്ടയ്ക്ക് അപ്പുറത്ത് ചടത്തി ചവിട്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല. കൈ മുറിഞ്ഞാണ്. കൈ മുറിഞ്ഞു. നമുക്കങ്ങനെ വാഹ അടിച്ചിരിക്കുകയാണ്. എത്ര കൈ മുറിഞ്ഞോ? ഒത്തിരി മുറിഞ്ഞോ? അയ്യോ, ശരിക്കും പറഞ്ഞു. ഇത് തൂക്കാനുള്ള ത്രാസ് ഉണ്ടോ തന്നെ? ഇല്ല, ഈ ചൂണ്ടയുടെ ഗുണമില്ല. കണ്ടോ, വലിയ ചൂണ്ട കണ്ടോ. നമുക്കിന്നൊരു വാഹയാണ് അടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2.5 കിലോ 3 കിലോ കാണും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ രണ്ടാമത്തെ വാഹയാണ്. വീഡിയോ നോക്കൂ. അകത്തിട്ടുണ്ട് കൈ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ വാഹയാണ്. ചൂണ്ടായിരിക്കുന്നു. താത്തുപിടി, ചിട്ട താത്തുപിടി. അങ്ങനെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത്. കാട്ടള അയച്ചു വിട്.
വലിക്കുവാണ്. വലിക്കല്ലേ, വലിച്ചാൽ പൊടിച്ചോണ്ട് പോകും. നിങ്ങൾ എവിടുത്തെ മീൻ പിടുത്തക്കാരനാ? അത് ഇങ്ങോട്ട് പിടിച്ചാ പൊടിച്ചോ. കയറൊന്നും കേട്ടോ. നെറ്റൊന്നും താഴോട്ട് ഇറങ്ങിക്കോ. താഴോട്ട് ഇറങ്ങി സൈഡ്. അവിടെ എത്തിക്കുക. അവിടെ നില്ല, വെള്ളത്തിൽ പോകല്ലേ. പുള്ളി ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ മതി. ഞാൻ പറഞ്ഞിട്ടേ പിടിക്കാം. നിങ്ങൾ മാറ പിടിക്കല്ലെന്ന്. പിടിക്കല്ലേ, ചരടെ പിടിക്കല്ലേ. നിങ്ങൾ ഇവിടെ ചരടെ പിടിക്കല്ലെന്ന്. ചരടെ പിടിക്കല്ലേ, ചെറുക്കകത്ത് കൈ കൈ അങ്ങനെ. ഇങ്ങോട്ട് ഇവിടെ, ഇങ്ങോട്ട് വാ, കയറി വാ. മീനെ പിടിക്കുന്നത് വലിച്ചു കയറ്റിയാൽ പൊട്ടിപ്പോത്തില്ല, ചേള് പറഞ്ഞു പോത്തില്ല. കൈയുണ്ടോ? ഒരു കൈയുണ്ടോ? ചൂണ്ട കയറി. മേപ്പോട്ടങ്ങ് പോക്കൂ. ആദ്യത്തെ അതിന് കിസ് കൊടുത്തേന്. നേരെ പിടിച്ച്. എത്ര കിലോ ആണിത്? 3-5 കിലോ ആണല്ലേ? കുയിലാന്നോ? ആണോ തോന്നുന്നില്ല. കുയിലാത്. എടാ എൻ്റെ ഫോൺ എടുത്തടാ. ചെറുതാ. അവന് കിട്ടിയെന്ന് തോന്നുന്നു. എൻ്റെ ഫോൺ. നമുക്ക് മൂന്നാമത് കിട്ടിയ കട്ടളയാണ്. വായു അകത്ത് കയറി. ഇതും പോയി. പോയി അങ്ങ് അകത്ത് പോയി. ഇവിടെ മൂന്നാമത്തെ വാഹയാണ്. നമ്മുടെ മൂന്നാമത്തെ വാഹയാണിത്. നമ്മുടെ മൂന്നാമത്തെ വാഹയാണ്. ചെറിയ തൂളിയെ കിട്ടിയോണ്ട് അത് കൊടുത്തിട്ടുണ്ടല്ലേ കിട്ടിയേ. വാഴ ഇഷ്ടംപോലെ ചെറിയ തൂളി കിട്ടാനെങ്കിൽ കയറഴിഞ്ഞോ. അതാറിയാ അത് പിള്ളേർ ആർക്ക് കിട്ടി. അത് നല്ലതാ അല്ലയോ. നമുക്കിന്ന് കിട്ടിയ വാഹയാണ് 3 എണ്ണം. കോർത്തെടുത്തില്ലേ ഇല്ലെന്ന് പറഞ്ഞപ്പോ വലുത് കൊള്ളത്തില്ല. അത് വലുതാ, അത് വലുതാ. കൊണ്ടു നടക്കും. അത് 3,360.
3.5 കിലോ ആണ്. അറിയോ ഇല്ലട്ടെ മൊത്തം എത്രയുണ്ടോ? 5,850. 5,850. 6 കിലോ. എല്ലാം ഈ 2 കിലോ വെച്ചോളൂ. ഇന്നലെ